Each time on Page 3, we always strive to bring you something new, exciting and fresh right from the oven of our fashion gurus. Now this time we are going to bring a very cool photographer who is a fashion photographer, celebrity photographer. Well, he's doing really well in the industry right now, and this is Jamesh Kotakal. He's going to show you different shades of the South Indian actress Bhavana. Now we capture her along with Jamesh Kotakal and his team, and we hear all about his experience about this photo shoot in our segment Rendezvous Counter. Hi, I'm Jamesh Kotakal, fashion photographer. നമ്മൾ എന്ന് പറയുന്ന ചിത്രത്തിൽ ചെറിയൊരു ക്യാരക്ടർ ഞാനും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ലൊക്കേഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിനയിക്കാൻ വേണ്ടി ഒരു പെൺകുച്ചോട് കറുത്തിരുണ്ട് കീറിപ്പറിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആ കൊച്ചു അതിനകത്ത് അഭിനയിക്കുന്നത് ഒരു ചേരിയിലെ പെൺകുട്ടിയായിട്ടാണ്. അന്ന് സത്യത്തിൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. എല്ലാവർക്കും സംശയമായി ഈ കുട്ടി ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇവരുടെ കരിയറിൽ ഒരു സെക്കൻഡ് ഹീറോയിൻ ക്യാരക്ടർ എന്നൊക്കെ രീതിയിലാണ് നമ്മൾ കണക്കാക്കിയത്. പക്ഷേ ഹീറോയിനായിട്ട് നമ്മളന്ന് ധരിച്ചിരുന്ന കുട്ടി ഇന്ന് ഇൻഡസ്ട്രിയിലേ ഇല്ല. പക്ഷേ ഈ പറയുന്ന ആൾ ഭാവന ഇന്ന് മലയാള സിനിമയിൽ വളരെ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നമ്പർ 1 ആർട്ടിസ്റ്റായിട്ട് മാറി. അന്ന് മുതലേ ഭാവനയെ അടുത്തറിയുകയും അവരെ ഷൂട്ട് ചെയ്യാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഷൂട്ടുകൾ ഭാവനയുടെ ചെയ്തു. ഇപ്പോൾ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഭാവനയുടെ ഒരു കവറും ഫോട്ടോഷൂട്ടും കൂടെ പ്ലാൻ ചെയ്തു. ഞാൻ ഭയങ്കര എക്കണോമിക്കലായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. ഒരുപാട് കാശ് മുടക്കി സെറ്റിട്ട് ഭയങ്കര തയ്യാറെടുപ്പോടുകൂടി പലപ്പോഴും എഡിറ്റോറിയൽ ഷൂട്ടുകൾക്ക് അത്രയൊന്നും ബഡ്ജറ്റ് കാണുകയില്ല. അപ്പോൾ നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. അപ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളെ എങ്ങനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രൗൺ പ്ലാസ പ്ലാൻ ചെയ്തത്. ഭാവനയായിട്ട് സംസാരിച്ചപ്പോൾ ഭാവന ഇതിലെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിരുന്നു. കാരണം മേക്കപ്പ് നന്നാവുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഇതിനകത്ത് ജീന എന്ന് പറയുന്ന പുതിയൊരു കക്ഷിയാണ്. നമ്മൾ ജീന ഒരുപാട് വർഷമായിട്ട് ഹെയർ സ്റ്റൈലിങ്ങിലും ചെറിയ ചെറിയ വർക്കുകളൊക്കെ മേക്കപ്പൊക്കെ ആയിട്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ പല വർക്കിലും വന്നിട്ടുണ്ട്. പക്ഷേ ജീനയെ കൊണ്ട് സ്വതന്ത്രമായിട്ട് ഞാനൊരു ഷൂട്ട് ചെയ്യിപ്പിച്ചത് ഈ വർക്കിനകത്താണ്. ഫേസിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടെക്സ്ചറിനും സ്കിന്നിൻ്റെ ടോണിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ന്യൂഡ് മേക്കപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഹായ്, ഐ എം ജീന, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ്. എല്ലാത്തിനും മേക്കപ്പ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ മേക്കപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഹെയർ സ്റ്റൈലിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭാവനയുടെ ഐസ് വളരെ സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ ലുക്കിൽ. അപ്പോൾ അതൊന്നും കൂടി ഷാർപ്പായിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ സ്മോക്കി ആയി തന്നെ 2-3 ടൈപ്പ് ഓഫ് സ്മോക്കി ആയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബ്രൗൺ വെച്ചിട്ട് ഡാർക്ക് ചെയ്ത് ഐയുടെ ഷേപ്പ് ഒന്ന് കുറച്ച് ലെങ്തി ആയിട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിൽ. പിന്നെ ഒരെണ്ണത്തിൽ വന്നിട്ട് നല്ല ഡാർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ ഗ്രീൻ മിക്സിങ് ആയിട്ടൊരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർഫുൾ ഫ്രോക്ക് ആയതുകൊണ്ട് നമ്മൾ മേക്കപ്പ് കുറച്ച് തോന്നുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫീലിംഗ് വെച്ചാൽ കുറച്ച് തോന്നുന്നത് കണ്ണിൻ്റെ മേക്കപ്പ് കുറച്ചിട്ടുണ്ട്, ലൈറ്റാണ്. പിന്നെ ലിപ്പ് ലൈറ്റാണ്, ബോഡി ടോൺ വളരെ ലൈറ്റാണ്, സ്കിൻ ടോൺ വളരെ ലൈറ്റായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഹെയർ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ ഹെയർ കുറച്ച് ഫ്രീ ആയിട്ട് തോന്നുന്ന രീതിയിൽ ലൈറ്റ് വേവി ചെയ്തിട്ട് ഒരു ബാൻഡ് വെച്ചിരിക്കുകയാണ്. ഭാവനയുടെ കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ ഭാവനയുടെ തന്നെ പേഴ്സണൽ കുറച്ച് കോസ്റ്റ്യൂംസ് ഭാവനയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും ഭാവനയുടെ പേഴ്സണൽ ഒരു സ്റ്റൈലിസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ മാഗസിൻ്റെ സ്ഥിരം ചെയ്യുന്ന ഷജില ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഭാവനയുടെ ഷൂട്ടിൻ്റെ സ്റ്റൈലിംഗ് ചെയ്തത്. ഹായ്, ഐ ആം ഷജില, സ്റ്റൈലിസ്റ്റ്. ഭാവനയ്ക്ക് അവരുടെ കോസ്റ്റ്യൂംസ് വെച്ച് നല്ല കോൺഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള കോസ്റ്റ്യൂംസാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത്. അവരുടെ പേഴ്സണൽ ഡിസൈനർ വിനയുടെ കോസ്റ്റ്യൂംസും അതിലുണ്ടായിരുന്നു.
യെല്ലോ പ്ലസ് ഗ്രീൻ കോട്ടൺ ടോപ്സാണ് ഫസ്റ്റ്ലി ഷൂട്ട് ചെയ്തത്. അത് ഭാവനയുടെ ഐഡിയക്ക് അനുസരിച്ച് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അതിന് വേണ്ട ചോദിച്ച ആക്സസറീസ് ചൂസ് ചെയ്തു. ആൻഡ് അതിൽ ഹെയർ സ്റ്റൈലും അതിന് ചോദിച്ച പോലെ ഒരു ബോ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലായിരുന്നു യൂസ് ചെയ്തത്. ഭാവനയുടെ മുടി പറയുകയാണെങ്കിൽ ഭാവനയുടെ മുടി ഭയങ്കര സിൽക്കിയാണ്. ഭയങ്കര സിൽക്കി എന്ന് പറഞ്ഞാൽ ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് കുറച്ച് വോളിയം തോന്നാനായിട്ടുള്ള സ്പ്രേ എല്ലാം അടിച്ച് അത് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് സ്റ്റൈലിങ് ചെയ്യുന്നത്. പിന്നെ ചെറിയ എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫീലാണ് ഭാവനയ്ക്ക്. ഭാവനനെ കുറേ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നൊരു ഫേസാണ്.